Hi students, welcome to class Aura. നമ്മൾ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റിയിലെ ടൈപ്പ് 3 പ്രോബ്ലം ആണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 2 if 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1 ആൻഡ് 2x 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആൻഡ് 3 if എക്സ് ഗ്രേറ്റർ ദാൻ 2. The function is continuous or function continuous or discontinuous at x equal to 1 and x equal to 2. x equal to 1 എന്ന് പറയുന്നതിനകത്തും x equal to 2 എന്ന് പറയുന്നതിനകത്തും ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ അല്ലെങ്കിൽ ഡിസ്കണ്ടിന്യൂസ് ആണോ എന്ന് കണ്ടുപിടിക്കണം. നമുക്ക് രണ്ട് നമ്പറുകൾ തന്നിട്ടുണ്ട്. നമ്മൾ ഒരു നമ്പർ വെച്ച് കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. ഇവിടെ നമുക്ക് തന്നേക്കണത് കണ്ടിന്യൂറ്റി പ്രൂവ് ചെയ്യാനായിട്ട് രണ്ട് നമ്പർ തന്നിട്ടുണ്ട്. അപ്പോൾ ചില സമയത്ത് നമുക്കിങ്ങനെ കണ്ടിന്യൂസ് ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് നമ്പറുകൾ എടുത്ത് വെരിഫൈ ദ കണ്ടിന്യൂറ്റി ഓഫ് എ ഫംഗ്ഷൻ അങ്ങനെയും ചോദിക്കാറുണ്ട്. അപ്പം നമ്മൾ ആദ്യം ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഏതൊക്കെ നമ്പറിന് കണ്ടിന്യൂസ് ആണെന്ന് പ്രൂവ് ചെയ്യണമെന്ന് നോക്കണം അല്ലേ. അപ്പോൾ ഇവിടെ ഏതാണ് ആദ്യത്തെ നമ്പർ? ഇവിടെ നമ്പർ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. x1 എന്ന നമ്പറിനകത്തും x2 എന്ന നമ്പറിനകത്തും നമ്മൾ എന്ത് പ്രൂവ് ചെയ്താൽ മതി? കണ്ടിന്യൂറ്റി പ്രൂവ് ചെയ്താൽ മതി. അപ്പം നമുക്കറിയാം കണ്ടിന്യൂസ് ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആകണമെങ്കിൽ എന്തൊക്കെ ഈക്വൽ ആകണം? റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എഫ് ഓഫ് എ പ്ലസ് ഈക്വൽ ടു എഫ് ഓഫ് എ മൈനസ് ഈക്വൽ ടു എഫ് ഓഫ് എ. ഇത് മൂന്നും എന്താകണം? ഈക്വൽ ആയാൽ മാത്രമേ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവുള്ളൂ. അതായത് നമ്മുടെ റൈറ്റ് ഹാൻഡ് ലിമിറ്റ്, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്, ഇക്വാളിറ്റി, ഈ മൂന്ന് നമ്പറും ഒരേ നമ്പറാണ് കിടക്കണമെങ്കിൽ ആ ഫംഗ്ഷൻ എപ്പോഴും എന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിരിക്കും. ഇതാണ് നമ്മൾ പഠിച്ചേക്കണേ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇത് ഓരോന്നിൻ്റെയും ഫോർമുല ഓരോന്നായിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യം നമ്മൾ കണ്ടിന്യൂസ് അറ്റ് x1 എന്ന നമ്പറിന് കണ്ടിന്യൂസ് പ്രൂവ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ഒന്നോടെ എടുത്ത് എഴുതാം. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 2 if 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1 ആൻഡ് 2x if 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്. നമ്മൾ 1 എന്ന ഫംഗ്ഷനകത്ത് കണ്ടിന്യൂറ്റി പ്രൂവ് ചെയ്യാൻ നേരത്ത് ആ ക്വസ്റ്റ്യനെ ഒന്നങ്ങ് സ്പ്ലിറ്റ് ചെയ്ത് 1ൻ്റെ മാത്രം ഫംഗ്ഷൻ എടുത്തു. അപ്പോൾ ഇവിടെ നമ്മളൊരു ക്വസ്റ്റ്യൻ കിട്ടി ആദ്യം നോക്കേണ്ടത് എന്താണ്? ലെഫ്റ്റിന് ഏത് ഫംഗ്ഷനാണോ റൈറ്റിന് ഏത് ഫംഗ്ഷനാണെന്ന് കണ്ടുപിടിക്കണം. ഇവിടെ എക്സ് ലെസ് ദാൻ 1 ആണ് അല്ലേ. ഇവിടെ ഒരു നമ്പർ 1 എടുത്തു. ഇതാണ് 1. ഈ 1നേക്കാൾ കുറവെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് പോകും. അതായത് ഇത് എന്താണ്? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ആണ്. ഈ 1നേക്കാൾ കൂടുതൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതെന്താണ്? റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ആണ്. ഇവിടെ ഈ 1 എന്ന് പറയുമ്പോൾ ഇത് ഇക്വാളിറ്റിയാണ്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ നമ്മളൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ എന്താണ്? അതിനകത്ത് റൈറ്റ് ഏതാണ്, ലെഫ്റ്റിന് ഏത് ഫംഗ്ഷനാണ്, ഈക്വൽ ടുവിന് ഏത് ഫംഗ്ഷനാണെന്നുള്ളത് ആദ്യമേ കണ്ടുപിടിക്കും. എക്സ് ലെസ് ദാൻ 1 ആണ്. അപ്പോൾ നമ്മൾ അവിടെ എഴുതി ലെഫ്റ്റ്. എക്സ് ഗ്രേറ്റർ ദാൻ 1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ്. എക്സ് വലുതാണ്. എക്സിൻ്റെ വാല്യൂ വന്ന് കൂടി പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതേതാണ്? റൈറ്റ് വരും. ഇനി ഇവിടെ ഈക്വൽ ടുവും കൂടെ ഉള്ളത് കൊണ്ട് റൈറ്റ് ആൻഡ് ഈക്വൽ. അപ്പോൾ നമ്മളൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആ ഫംഗ്ഷനകത്ത് ലെഫ്റ്റ് ഏതാ, റൈറ്റ് ഏതാ, ഈക്വൽ ഏതാന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ഒരു ഫംഗ്ഷനകത്ത് 1 എന്ന നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ 1നേക്കാൾ കുറഞ്ഞ് പുറകിലോട്ട് പോകും തോറും അതെന്താണ്? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്. മുമ്പിലോട്ട് പോകും തോറും അതെന്താണ്? റൈറ്റ് ഹാൻഡ് ലിമിറ്റ്. ആ നമ്പർ വരുമ്പോൾ എന്താണ്? ഇക്വാലിറ്റി. അപ്പോൾ നമ്മൾക്ക് ഏതാണ് ഫംഗ്ഷൻ എന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വളരെ സിമ്പിളാണ്. ഇതേതാ ഫംഗ്ഷൻ? ലെഫ്റ്റ് ആണ്. അപ്പോൾ ലെഫ്റ്റിൻ്റെ ഫോർമുല നമ്മൾ എന്നാ പഠിച്ചേക്കണേ? എഫ് ഓഫ് എ മൈനസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻ ടു എ മൈനസ് എഫ് ഓഫ് എക്സ് ആണ്. നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റിൻ്റെ ഫോർമുല അങ്ങ് എഴുതി. ഇവിടെ എ എന്ന് പറഞ്ഞ നമ്പർ ഏതാ മക്കളെ? എ എന്ന് പറഞ്ഞ 1 ആണ്. അപ്പോൾ നമ്മൾ എന്ത് കൊടുത്തു? എഫ് ഓഫ് 1 മൈനസ്. ഈ എയുടെ സ്ഥാനത്ത് നമ്മൾ ഏത് കൊടുത്തു? 1 കൊടുത്തു. എഫ് ഓഫ് 1 മൈനസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻ ടു 1 മൈനസ് എഫ് ഓഫ് എക്സ് കൊടുത്തു. ലിമിറ്റ് എയുടെ സ്ഥാനത്ത് എന്ത് കൊടുത്തു? 1. അപ്പം ലിമിറ്റ് എക്സ് ടെൻ ടു 1 മൈനസ് എഫ് ഓഫ് എക്സ്. ഇവിടെ ഇതിന് നേരെ കിടക്കുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്, 2 ആണ്. അപ്പോൾ നമ്മൾ ഒന്നും ചെയ്യേണ്ട, ചുമ്മാ എഴുതിയാൽ മതി. അവിടെ കൊടുക്കാനൊന്നുമില്ല, വേരിയബിളിന് വാല്യൂ കൊടുക്കാനില്ല. അപ്പോൾ ഏതാണ് ഒരു കോൺസ്റ്റന്റ് വന്നാൽ അതിൻ്റെ കറസ്പോണ്ടിങ് ഫോർമുല എഴുതുക. 1 എക്ക് വാല്യൂ കൊടുക്കുക, ദെൻ നേരെ ആൻസർ എഴുതുക. 2 അങ്ങ് എടുത്ത് എഴുതിയാൽ മതി, ഒന്നും ചെയ്യണ്ട. അപ്പോൾ ആദ്യത്തെ എൻ്റെ ആൻസറായി. ഇനി നമ്മൾ രണ്ടാമത്തെ എടുക്കുകയാണ്. റൈറ്റും ഉണ്ട് ഈക്വലും ഉണ്ട്. ആദ്യം എഴുതിയേ റൈറ്റ് നമുക്ക് ഇഷ്ടമുള്ള കൊടുക്കാം.
റൈറ്റിന്റെ ഫോർമുല കൊടുത്തു. എഫ് ഓഫ് എ പ്ലസ് ഫോർമുല എന്നാ ലിമിറ്റ് എക്സ് ടെൻ ടു എ പ്ലസ് എഫ് ഓഫ് എക്സ്. അപ്പൊ നമ്മൾ റൈറ്റ് ഹാൻഡ് ലിമിറ്റിന്റെ ഫോർമുല കൊടുത്തു. എഫ് ഓഫ് എ പ്ലസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻ ടു എ പ്ലസ് എഫ് ഓഫ് എക്സ്. ഇനി ഇവിടെ നമ്മൾ നോക്കാം, വാല്യൂ കൊടുത്തു കഴിയുമ്പോൾ എയുടെ സ്ഥാനത്ത് ഇവിടെ ഏതാ നമ്പർ കിടക്കണം? ഇവിടെയും 1 അല്ലേ? അപ്പൊ എഫ് ഓഫ് 1 പ്ലസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻ ടു 1 പ്ലസ് എഫ് ഓഫ് എക്സ്. അവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ എന്താ? ലിമിറ്റ് എക്സ് ടെൻ ടു 1 പ്ലസ് എഫ് ഓഫ് എക്സ്. ഇതിന് നേരെ കറസ്പോണ്ടിങ് കിടക്കുന്ന നമ്പർ 2x അല്ലേ? ആ 2x നമ്മൾ ഏതാണോ അതിന് നേരെ കിടക്കണം എപ്പോഴും വാല്യൂ എഴുതാൻ പോളൂ. അപ്പൊ ഇതിന് നേരെ കിടക്കണം 2x എഴുതി. ഇനി എക്സിന് ഈ 1 കൊടുത്തു നമ്മൾ. അപ്പൊ എന്ത് വരും? 2 × 1 ആൻസർ ഈസ് 2 വരും. അപ്പൊ നമുക്ക് ഒരു ആൻസർ ആയി. ഇത് നമ്മൾ ഒരെണ്ണോടെ ഉണ്ട്. ഇക്വാലിറ്റി 3 ഈക്വൽ ആവണം. 3 ഈക്വൽ ആയാലേ നമുക്ക് ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവുള്ളൂ. അപ്പൊ അടുത്ത നമ്പർ ഏതാ? ഇക്വാലിറ്റി. ഈക്വാലിറ്റിയുടെ ഫോർമുല നമ്മൾ പഠിച്ചേ, ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എ. എഫ് ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്താ? ലിമിറ്റ് എക്സ് ടെൻ ടു എ എഫ് ഓഫ് എക്സ്. അപ്പൊ എയുടെ സ്ഥാനത്ത് ഏത് കൊടുക്കും? 1. അപ്പൊ ലിമിറ്റ് എക്സ് ടെൻ ടു എ 1. അതിന് നേരെ കിടക്കണ എഫ് ഓഫ് എക്സ് എന്താ? 2x അല്ലേ? അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു 2x അവിടെ കൊടുത്തു. ഇനി ഈ എക്സിന് ഇവിടെ 1 കൊടുക്കണം. കാരണം ലിമിറ്റ് എക്സ് 10, എക്സിന്റെ വാല്യൂ 1 അടുക്കുമ്പോൾ അപ്പൊ ഈ എക്സിന്റെ വാല്യൂ ഇവിടെ എന്ത് കൊടുക്കണം? 2 കൊടുക്കണം. അപ്പൊ 2 × 1 ആൻസർ ഈസ് 2. അപ്പൊ നമുക്ക് 3 വാല്യൂ ആയി. ലെഫ്റ്റിന്റെ വാല്യൂ 2 ആയി, റൈറ്റിന്റെ വാല്യൂ 2 ആയി, ഇക്വാലിറ്റിയുടെ വാല്യൂ 2 ആയി. നമുക്ക് ഇവിടെ എന്താ കിട്ടി? എഫ് ഓഫ് 1 പ്ലസും എഫ് ഓഫ് 1 മൈനസും എഫ് ഓഫ് 1ഉം എല്ലാം ഈക്വൽ ആയി കിട്ടി അല്ലേ? അപ്പൊ എഫ് ഓഫ് 1 പ്ലസ് ഈക്വൽ ടു എഫ് ഓഫ് 1 മൈനസ് ഈക്വൽ ടു എഫ് ഓഫ് 1 ഈക്വൽ ടു എല്ലാം 2 ആണ്. അപ്പൊ therefore എന്ത് പറയാം? The function is continuous at x equal to 1. x equal to 1-നകത്ത് ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പറയാൻ പറ്റും. അപ്പൊ നമ്മൾ ഒരു നമ്പറിനെ കംപ്ലീറ്റ് ആക്കി. ഇനി നമ്മൾ രണ്ടാമത്തെ നമ്പർ എടുക്കണം. ക്വസ്റ്റ്യൻ ഒന്നോടെ എഴുതണം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്താ ക്വസ്റ്റ്യൻ? 2x if 1 less than or equal 1 less than or equal to x less than or less than 2 and 3 if x greater than or equal to 2. ഇവിടെ നമ്മൾ വീണ്ടും അടുത്ത നമ്പർ 1 ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു, അത് നോക്കേണ്ട ആവശ്യമില്ല. ഇനി ഇവിടെ നമ്മൾ ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇവിടെ എക്സ് ലെസ് ദാൻ 2 എന്ന് പറഞ്ഞാൽ നമ്മളൊരു നമ്പർ എടുക്കണം. 2 എന്ന നമ്പർ എടുത്തു. എക്സ് ലെസ് ദാൻ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വരും, ലെഫ്റ്റിലോട്ട് പോകും. ഇതാണ് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് വരും. എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞാൽ റൈറ്റ് വരും, റൈറ്റിലോട്ട് പോകും. ഇവിടെ ഇത് ഈ എക്സ് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ ഏത് വരും? ഇക്വാലിറ്റി വരും അല്ലേ? അപ്പൊ നമ്മുടെ ഫംഗ്ഷന് നമ്മളൊന്ന് തിരിച്ചെഴുതി. ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ ഈക്വൽ ആണോ എന്ന് എഴുതണം. ഇനി നമ്മൾ നോക്കാം, ഈ എക്സ് ലെസ് ദാൻ 2 ആണ്. അപ്പൊ നമ്മുടെ ക്വസ്റ്റിനകത്ത് എടുത്ത് കഴിയുമ്പോൾ എക്സ് ലെസ് ദാൻ 2. എക്സ് ലെസ് ദാൻ 2 എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ലെഫ്റ്റ് ആണ് അല്ലേ? അപ്പൊ ഇവിടെ ലെഫ്റ്റ് കൊടുത്തു. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് പറയുമ്പോൾ റൈറ്റ് ഹാൻഡ് ഈക്വൽ കൊടുത്തു. ഇനി ഓരോന്ന് ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. നേരെ ഫോർമുല എഴുതുക, വാല്യൂ കൊടുക്കുക, അത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ ലെഫ്റ്റിന്റെ ഫോർമുല എഴുതണം. ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? എഫ് ഓഫ് എ മൈനസ് ലിമിറ്റ് എക്സ് ടെൻ ടു എ മൈനസ് എഫ് ഓഫ് എക്സ്. എയുടെ സ്ഥാനത്ത് ഏതാ നമ്പർ? 2 ആണ്. നമ്മൾ കണ്ടിന്യൂറ്റി പ്രൂവ് ചെയ്യേണ്ടത് രണ്ടാമത് അറ്റ് എക്സ് ഈക്വൽ ടു 2 ആണ്. അറ്റ് എക്സ് ഈക്വൽ ടു 2. അപ്പൊ 2 എന്ന് പറയുന്നതാണ് നമ്മുടെ എ അല്ലേ? അപ്പൊ നമ്മൾ ഈ 2 എന്ന് പറയുന്നതാണ് എ വരുന്നത്. അപ്പൊ ഈ എക്സിന്റെ സ്ഥാനത്ത് എയുടെ സ്ഥാനത്ത് ഏത് നമ്പറാ കൊടുക്കണ്ടേ? ലെഫ്റ്റിനകത്ത് ഇപ്പുറം കിടക്കണ 2 ആണ്, ആ 2 കൊടുക്കണം. അപ്പൊ എഫ് ഓഫ് 2 മൈനസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻ ടു ഈ എയുടെ സ്ഥാനത്തും ഏത് കൊടുക്കണം? 2 കൊടുക്കണം. അപ്പൊ 2 മൈനസ് നമ്മുടെ എഫ് ഓഫ് എക്സ് എന്താ? ഈ എക്സ് ലെസ് ദാൻ 2-നകത്ത് നേരെ കിടക്കണത് 2x അല്ലേ? അപ്പൊ ഇവിടെ എന്ത് എഴുതണം? 2x എഴുതി. അപ്പൊ ഈ 2 ഇവിടെ കൊടുത്തു. അപ്പൊ 2 × 2. ഈ മൈനസ് ഒരിക്കലും എടുക്കരുത്, അത് ലെഫ്റ്റിലേക്ക് പോകുന്നു എന്നതിനെ സൂചിപ്പിക്കാൻ വേണ്ടി മാത്രം തരുന്നതാണ്. അവിടെ മൈനസ് നോക്കുവരെ ചെയ്യണ്ട, ഈ നമ്പർ മാത്രം എടുക്കാമുള്ളൂ. അപ്പൊ എക്സിന്റെ സ്ഥാനത്ത് ഏത് കൊടുത്തു? ഈ 2 കൊടുത്തു. അപ്പൊ 2 × 2 നമുക്ക് എന്നാ കിട്ടി? 4 കിട്ടി. ആദ്യത്തെ ലെഫ്റ്റിന്റെ വാല്യൂ കിട്ടി. ഇനി നമ്മൾ തീർന്നോ? ഇല്ല. ഏതൊക്കെ കണ്ടുപിടിക്കണം? റൈറ്റും ഈക്വലും കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ അടുത്ത റൈറ്റിന്റെ ഫോർമുല എഴുതി. എഫ് ഓഫ് എ പ്ലസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻ ടു എ പ്ലസ് എഫ് ഓഫ് എക്സ്. എക്സിന് വാല്യൂ കൊടുത്തു.
ഇനി ഈ എയുടെ സ്ഥാനത്ത് ഏതാ അവിടെ കൊടുക്കേണ്ടത്? 2. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? എഫ് ഓഫ് 2 പ്ലസ്. അപ്പൊ ലിമിറ്റ് എക്സ് ടെൻ ടു 2 പ്ലസ്. അതിന് നേരെ കിടക്കുന്ന എഫ് ഓഫ് എക്സ് എന്താണ്? വെറും ഒരു കോൺസ്റ്റന്റ് ആണ്. എഫ് ഓഫ് എക്സ് അങ്ങനെ തന്നെ എഴുതി, കാരണം അതൊരു കോൺസ്റ്റന്റ് ആണ്. ഒരു കോൺസ്റ്റന്റ് വന്നു കഴിഞ്ഞാൽ നേരെ നമുക്ക് ഇത്രയും ഒരു സ്റ്റെപ്പിന്റെ ആവശ്യം കൂടി ഇല്ല. എഫ് ഓഫ് 2 പ്ലസ് ഈക്വൽ ടു നേരെ 3 എന്ന് എഴുതിയാൽ മതി. ഇവിടെ ഈ ഒരു സ്റ്റെപ്പ് വേണേൽ നമുക്ക് ഒഴിവാക്കാം. അപ്പൊ എഫ് ഓഫ് 2 പ്ലസ് ഈക്വൽ ടു എന്ത് കിട്ടി? 3 കിട്ടി. ഇനി നമ്മൾ തീർന്നോ? ഇല്ല, ഒരെണ്ണോടെ കണ്ടുപിടിക്കണം, ഇക്വാലിറ്റിയോടെ കണ്ടുപിടിക്കണം. അപ്പൊ എഫ് ഓഫ് എ എന്ന് പറഞ്ഞ എന്താണ്? ലിമിറ്റ് എക്സ് ടെൻ ടു എ എഫ് ഓഫ് എക്സ് ആണ്. അപ്പൊ എയുടെ സ്ഥാനത്ത് ഏതാ നമ്മൾ കൊടുക്കണ്ടേ? നമ്പർ അവിടെ കിടക്കുന്ന 2 ആണ്. ആ 2 കൊടുത്തു. അപ്പൊ എഫ് ഓഫ് 2. അപ്പൊ ലിമിറ്റ് എക്സ് ടെൻ ടു 2. അതിന് കറസ്പോണ്ടിങ് കിടക്കുന്ന എഫ് ഓഫ് എക്സ് എന്താ? എഫ് ഓഫ് എക്സ് ഇവിടെ വെറുതെ എഴുതി. അതിന് കറസ്പോണ്ടിങ് കിടക്കുന്ന 3 ആണ്. വെറുതെ എഴുതിയാൽ മതി. ഇനി നിങ്ങൾ ഈ വാല്യൂസിലൊക്കെ നോക്കിക്കേ. ആദ്യത്തെ കിട്ടിയത് എന്താ? 4. രണ്ടാമത്തെ കിട്ടിയത് 3. ഇവിടെ കിട്ടിയത് 3. പക്ഷെ ഒരു നമ്പർ മാത്രം വേറെയാ അല്ലേ? അപ്പൊ നമുക്ക് എന്താ എഴുതാൻ പറ്റും? ഏതൊക്കെയാണ് ഈക്വൽ വരുന്നത്? എഫ് ഓഫ് 2 പ്ലസ് ഈക്വൽ ടു എഫ് ഓഫ് 2 നോട്ട് ഈക്വൽ ടു എന്താണ്? എഫ് ഓഫ് 2 മൈനസ്. ഏതെങ്കിലും ഒരെണ്ണം ഈക്വൽ അല്ലാതെ വന്നാൽ therefore ആ ഫംഗ്ഷൻ എന്താണ്? ദ ഫംഗ്ഷൻ ഈസ് ഡിസ്കണ്ടിന്യൂസ്. ഏതെങ്കിലും ഒരെണ്ണം ഈക്വൽ അല്ലാതെ വന്നാൽ മതി. ആ ഫംഗ്ഷൻ എന്തായി? ഡിസ്കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു ഏത് നമ്പറാ? 2. എക്സ് ഈക്വൽ ടു 2.